നിങ്ങൾ പറയുന്ന നിർവചനം മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത, പുസ്തകം വായിക്കുന്നത് നിങ്ങളുടെ കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന സ്വഭാവ പാഠങ്ങൾ 3ാം ക്ലാസ്സിലേക്ക് എന്ന പുസ്തകത്തിലെ 17ാമത്തെ പാഠം പ്രാർത്ഥന, 46ാമത്തെ പേജ്. മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന, ദുആ എന്ന് പറയുന്നത്. ഇനി 4ാമത്തും വായിക്കാം, ഒക്കെ വായിക്കാം, നമുക്കൊന്നൊരു പേടിയില്ല. കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനിയും ആവശ്യപ്പെട്ടാൽ ഇനിയും വായിക്കും, അതിലൊരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം എന്തായി? മനുഷ്യരുടെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നാണല്ലോ മുജാഹിദുകൾ പഠിപ്പിച്ച നിർവചനം. അത് തെറ്റാണ് എന്നാണ് ഞങ്ങൾക്ക് തെളിയിക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു. അതെന്താണ് ചോദ്യം? നന്നായി ശ്രദ്ധിച്ചോളൂ, ഞങ്ങൾ കേട്ടിട്ടില്ല എന്നൊന്നും പറയണ്ട. ഈ നിർവചനം നിങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വന്നത്. ഒരു സത്യവിശ്വാസി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് റസൂലുള്ളാഹി ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ ചോദിക്കുന്നത് ശിർക്കാണോ ശിർക്കല്ലേ? അതാണ് ചോദ്യം. ചോദ്യം വളരെ കൃത്യമാണ്. yes or no ക്വസ്റ്റ്യൻ ആണ്. ആണോ അല്ലേ എന്നതാണ് ചോദ്യം. ബാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന്, ബാക്കിയൊക്കെ നമുക്ക് പറയാം. ഒന്ന് വന്നാൽ തന്നെ നിങ്ങളെ നിർവചനം പൊളിയോല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ റസൂലുള്ളാഹിനെ വിളിച്ചാൽ അത് ശിർക്കാണോ അല്ലേ? ന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി എന്റെ വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. അതിനെയാണ് അതാ ഒറ്റ ഹദീസ് മതി. ഫൈസലാത്തിന് 2 പറഞ്ഞത് മൂപ്പരെ ഔദാര്യം കൊണ്ട് പറഞ്ഞതാ. ഒറ്റ ഹദീസ് മതി നിങ്ങളെ നിർവചനം പൊടിയാൻ. കാരണം നിങ്ങൾക്ക് അതെ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഞങ്ങളുടെ വിഷയം കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് നൽകുന്ന കഴിവ്, ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വഫാത്തിന്റെ ശേഷം പോലും ചോദിച്ചാൽ അത് ഉത്തരം നൽകും, കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വ്യക്തമാണ് നിങ്ങളുടെ നിർവചനം. അതിന് മനുഷ്യ കഴിവ് എന്ന് വെച്ചോ സൃഷ്ടികളുടെ കഴിവ് എന്ന് വെച്ചോ അതൊന്നും ഇവിടെ വിഷയമല്ല. മനുഷ്യ കഴിവ് എന്ന് വെച്ചാലും സൃഷ്ടികളുടെ കഴിവ് എന്ന് വെച്ചാലും അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് ശിർക്കാണ് എന്നാണല്ലോ നിങ്ങളുടെ വ്യക്തമായി നിങ്ങൾ പറയുന്നത്. അതിനെതിരാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ ചോദിച്ചാൽ എന്റെ വഫാത്തിന് ശേഷം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു, വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ പോലും ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ പറയുന്നു മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ ശിർക്കാണ്. അതാ പറയുന്നു, കേട്ടോളൂ ഹദീസ്. ലൈൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. സയ്യിദുനാ റസൂലുള്ളാഹി എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണ്? വഫാത്തിനു ശേഷം എന്നെ വിളിച്ചാൽ പോലും ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബി തങ്ങളാ പഠിപ്പിച്ചത്. എന്താ ഹദീസിനെ തൊടാൻ ഒരു പേടി? നിർവചനം പൊളിയുന്നുണ്ടല്ലേ. എന്റെ വഫാത്തിനു ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് ഒറ്റ വാക്ക് തന്നെ മതി നിങ്ങളുടെ സകല വലകളും തകർന്ന് തരിപ്പണമാവാൻ. മൗലവിമാരെ, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ, എന്നെ വഫാത്തിന് ശേഷം വിളിച്ചാൽ അവന് ഞാൻ ഉത്തരം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്.